ഹായ്, നമ്മളിന്ന് അടിപൊളി ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു റോസ്റ്റാണിത്. വളരെ തിക്കായിട്ടിരിക്കുന്നൊരു റോസ്റ്റാണ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 6 സവാള നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 2 തക്കാളി കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗ്യാസിലൊരു പാൻ വയ്ക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് 5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്, അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഓവറായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. സവാളയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എരിവൊക്കെ നമ്മുടെ അനുസരിച്ച് പച്ചമുളകൊക്കെ കൂടുതൽ ആഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.